നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. മികച്ച കരിയറും ഉയർന്ന ജീവിത നിലവാരവും ലക്ഷ്യം വെച്ച് നിരവധി ആളുകളാണ് യുഎസിലേക്ക് പോകുന്നത്. എന്നാൽ ആ സ്വപ്നയാത്രകളിൽ ചിലപ്പോൾ നമുക്ക് വെല്ലുവിളികൾ നേരിടാറുണ്ട്, പ്രത്യേകിച്ചും കുടുംബത്തിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു വാർത്ത വൈറലായി. വിസ നടപടികൾ വൈകിയതിനാൽ മരണക്കിടക്കയിൽ കിടന്ന സ്വന്തം അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാത്ത ഒരു മകന്റെ അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഗൗതം ഡേ എന്ന ഇന്ത്യൻ IT പ്രൊഫഷണലിന്റെ ഈ അനുഭവം കേവലം ഒരു വ്യക്തിയുടെ മാത്രം സങ്കടമല്ല, മറിച്ച് കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന ആയിരക്കണക്കിന് വിദേശികളുടെ കൂടെ സങ്കടമാണെന്ന് പലരും പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 2 പതിറ്റാണ്ടായി യുഎസിൽ താമസിച്ച് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഗൗതം ഡേ. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ലിങ്ക്ഡിനിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വിദേശികൾക്കിടയിൽ ചർച്ചയാകുന്നത്. ഒരു IT പ്രൊഫഷണൽ എന്ന നിലയിലല്ല, മറിച്ച് തകർന്നു പോയ ഒരു മകൻ എന്ന നിലയിലാണ് താനിത് എഴുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗൗതമിന്റെ അമ്മയ്ക്ക് 4ാമത്തെ സ്റ്റേജ് ലങ് ക്യാൻസർ ബാധിച്ച വിവരമാണ് അദ്ദേഹത്തെ തകർത്തു കളഞ്ഞത്. അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ നാട്ടിലേക്ക് പോകാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. എന്നാൽ അവിടെ അദ്ദേഹത്തിന് തിരിച്ചടി നൽകിയത് യുഎസിലെ കർശനമായ നിയമമാണ്. യുഎസിൽ H1B വിസയിൽ കഴിയുന്നവർക്ക് വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരണമെങ്കിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പിംഗ് ആവശ്യമാണ്. ഇതിനായി കോൺസുലേറ്റിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കണം. ഗൗതം തന്റെ അമ്മയെ കാണാനായി വിസ സ്റ്റാമ്പിങ്ങിന് ഒരു അപ്പോയിന്റ്മെന്റിനായി രാത്രിയും പകലും ശ്രമിച്ചു. ഏകദേശം 1 മാസത്തോളം അദ്ദേഹം ഓരോ നിമിഷവും വെബ്സൈറ്റുകൾ പരിശോധിച്ചു, ആശുപത്രി രേഖകൾ കോൺസുലേറ്റിലേക്ക് അയച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം മാത്രം നടന്നില്ല. ഗൗതമിന് മുന്നിൽ 2 വഴികൾ ഉണ്ടായിരുന്നു. ഒന്ന്, വിസ സ്റ്റാമ്പിംഗ് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നാട്ടിലേക്ക് പോകുക. അങ്ങനെ ചെയ്താൽ പിന്നീട് മടങ്ങി വരുന്നത് മാസങ്ങളോളം വൈകിയേക്കാം. അത് അദ്ദേഹത്തിന്റെ ജോലിയെയും അവിടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ നിയമപരമായ നിലനിൽപ്പിനെയും ബാധിക്കും. അടുത്തത് വിസ അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കുക എന്നതാണ്. തന്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് അദ്ദേഹം 2ാമത്തെ വഴി തെരഞ്ഞെടുക്കാൻ നിർബന്ധിതനായി. അമ്മയുടെ അന്ത്യനിമിഷങ്ങൾ വെറും വീഡിയോ കോളിലൂടെ മാത്രമാണ് അദ്ദേഹം കണ്ടത്. ഗൗതം നാട്ടിലെത്താൻ വഴി തേടിക്കൊണ്ടിരിക്കെ അമ്മ മരണപ്പെട്ടു. ആ നിമിഷത്തെ തന്റെ ജീവിതത്തിലെ ബിഗസ്റ്റ് റിഗ്രറ്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2007 ഗൗതം യുഎസിലെത്തിയത്. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് അവിടെ ജീവിച്ചത്. കൃത്യമായി നികുതി അടച്ചും നല്ലൊരു പൗരനായി ജീവിച്ചു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നപ്പോൾ ആ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് തുണയായില്ല. ഒരു സ്വപ്നം ഒരിക്കലും ഒരു തടവായി മാറരുത് എന്നാണ് അദ്ദേഹം തന്റെ കുറിപ്പിൽ എല്ലാരെയും ഓർമ്മിപ്പിക്കുന്നത്. ഇത് ഒരു രാജ്യത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പ്രശ്നമായിട്ടല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത്, മറിച്ച് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയുടെ മാനുഷിക വശങ്ങൾ കൂടി പരിഗണിക്കപ്പെടണം എന്ന വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഗൗതം ഡേയുടെ ഈ അനുഭവം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിസ വൈകുന്നത് വെറും സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് അത് മനുഷ്യബന്ധങ്ങളെയും വൈകാരിക നിമിഷങ്ങളെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന് തെളിവാണിത്. തന്റെ അമ്മയെ അവസാനമായി ഒന്ന് തൊടാൻ പോലും കഴിയാതെ പോയ ആ വേദന അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ നേരിടേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത്. ഇനി ഒരാൾക്കും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നും ആളുകൾ പറയുന്നുണ്ട്.